dear children, welcome to Kids Area Online. Class 2 Integration Day 1 exam ആയിരുന്നു ഇന്ന് കഴിഞ്ഞത്. എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്യുവാണ്. തിങ്കൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. STD 1 മുതൽ STD 5 വരെയാണ് ട്യൂഷൻ വരുന്നത്. അതുപോലെ സ്പെഷ്യൽ കോഴ്സായിട്ട് ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്കേഷൻ ഏപ്രിൽ വെക്കേഷനിലാണ്. മാർച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഏത് കോഴ്സിന് അഡ്മിഷനും എടുക്കണമെങ്കിലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രവർത്തനം 1 മിട്ടുവിൻ്റെ യാത്ര. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ചപ്പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിലെത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരേ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. അപ്പോൾ മിട്ടു മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ മിട്ടുവിന് അറിയേണ്ടത്? മഴവില്ലിൻ്റെ അറ്റത്ത് മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മഴവില്ലിൻ്റെ ഒരറ്റം മാവിൻ്റെ മുകളിൽ ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും എന്നറിയാനാണ് മിട്ടുപൂച്ച ഇങ്ങനെ യാത്ര തിരിച്ചത്. അപ്പോൾ ടീച്ചറോട് ഒരു ചെറിയൊരു സ്റ്റോറി തുടക്കം വായിച്ചു അല്ലേ? അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശരിയായിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു 1-ാമത്തെ പ്രവർത്തനം. 1-ാമത്തെ ചോദ്യം, ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോഴാ? മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മാനത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോഴാ? മഴ തോർന്നപ്പോൾ. ഉത്തരം എന്താണ്? മഴ തോർന്നപ്പോൾ. 2-ാമത്തെ ചോദ്യം, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത്. ഉത്തരം ഇതിൽ തന്നെ ഉണ്ടല്ലേ? നമുക്ക് പഠിക്കുന്ന ഇത് തന്നിരിക്കുന്ന ഭാഗത്ത് തന്നെ ഉണ്ട്. എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക്. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ആകാശം. മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മാനം. ആകാശം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാ? മാനം. മിട്ടുവിന്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്ത്? നിറയെ മുത്തുകളാണത്രേ. നിറയെ മുത്തുകളാണത്രേ. നിറയെ മുത്തുകളാണത്രേ. മുത്തുകളാണത്രേ. ഇതായിരുന്നു 4 ചോദ്യത്തിന്റെ ഉത്തരം. ഇനി 5-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ മഴവില്ലുണ്ട്. മഴവില്ല് എവിടെ പതിഞ്ഞിരിക്കുന്നു? മാവിൻ്റെ മുകളിലേക്ക് അല്ലേ? അപ്പൊ മഴവില്ലിൻ്റെ ഒരറ്റം മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഉത്തരം? മഴവില്ലിൻ്റെ ഇവിടെ ഉള്ളത് കണ്ടെഴുതിയാൽ മതി. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത്രയും എഴുതിയാൽ മതി. ഈ ഒരു സെന്റൻസ് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണമായിരുന്നു. മഴവില്ലിൻ്റെ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങി ആ ഒരു സെന്റൻസ് ഫുള്ള് വരെ ഇറങ്ങിയിരിക്കുന്നു അതുവരെ എഴുതണമായിരുന്നു. അപ്പൊ ഇതായിരുന്നു 1-ാമത്തെ പ്രവർത്തനം, മിട്ടുവിൻ്റെ യാത്ര. 2-ാമത്തെ പ്രവർത്തനം നോക്കാം. 2-ാമത്തെ പ്രവർത്തനം വാഹനങ്ങൾ. തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. മിട്ടു 2 വാഹനങ്ങൾ കണ്ടു. ചിത്രത്തിലുള്ള വാഹനങ്ങളുടെ പേരും ഉപയോഗങ്ങളും എഴുതുക.
ഒന്നാമത്തെ വാഹനം ഏതാണ്? ഈ ഒന്നാമത്തെ വാഹനം ഏതാ? മണ്ണുമാന്തി യന്ത്രം. ഒന്നാമത്തത് എന്താണ്? മണ്ണുമാന്തി യന്ത്രം. രണ്ടാമത്തത് എന്താണ്? ആംബുലൻസ്. രണ്ടാമത്തത് ആംബുലൻസ് ആണ് രണ്ടാമത്തത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഉപയോഗങ്ങൾ എന്താ? മണ്ണ് മാറ്റാൻ ഉപയോഗിക്കാം, മണ്ണ് നിരപ്പാക്കാൻ ഉപയോഗിക്കാം. മണ്ണ് നിരപ്പാക്കാൻ നിങ്ങൾ ഓരോ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ എന്താണോ എഴുതിയത് അത് ശരി തന്നെയാണ്. ഓക്കെ. 2, കുഴിയെടുക്കാൻ നമുക്ക് വേണം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കുഴിയെടുക്കാം. 2 എഴുതിയാൽ മതി കേട്ടോ. 2 എഴുതിയാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെഴുതാം? കെട്ടിടങ്ങൾ പൊളിക്കാം. ഇതൊക്കെയാണ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഉപയോഗങ്ങൾ. കല്ല് നീക്കം ചെയ്യാം. ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി റോഡിൽ വീണ് കിടക്കുന്നവ നമുക്ക് എന്ത് ചെയ്യാം? എടുത്തു മാറ്റാൻ ഉപയോഗിക്കാം. ഇതെല്ലാം മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഉപയോഗങ്ങളാണ്. ഇനി ആംബുലൻസിന്റെ ഉപയോഗം എന്താണ്? അസുഖമുള്ളവരെ അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. 2 എഴുതണം കേട്ടോ. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. രണ്ടാമത് നമുക്ക് എന്തെഴുതാം? പ്രഥമ ശുശ്രൂഷ നൽകാൻ. ആദ്യത്തെ ശുശ്രൂഷ ഉണ്ടല്ലോ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ്, അത് പ്രഥമ ശുശ്രൂഷ നൽകാൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അസുഖമുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, വഴിയിൽ അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, പ്രഥമ ശുശ്രൂഷ നൽകാൻ. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംബുലൻസ് ഉപയോഗിക്കാം. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം എന്നതാണ്. പുതുവത്സര ദിനത്തിലാണ് റയാന്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ്? പുതുവത്സര ദിനം? ജനുവരി 1. പുതുവത്സര ദിനം എന്നാ? ജനുവരി 1. ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റു ദിനങ്ങൾ പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ജനുവരി 26 എന്താ? ജനുവരി 26 എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പബ്ലിക്. വെരി ഗുഡ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 26 എന്തായിരുന്നു? റിപ്പബ്ലിക് ദിനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ആഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ്, എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ആഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് 15. ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി. ശിശുദിനം എന്നായിരുന്നു? നവംബർ 14. നവംബർ 14 ശിശുദിനം. അപ്പൊ എല്ലാവരും ആൻസർ ശരിയായിട്ട് എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കുക. മാലിന്യങ്ങളെ ഉചിതമായ പട്ടികയിലേക്ക് വരച്ചു ചേർക്കുക. ഇവിടെ അജൈവ മാലിന്യങ്ങളും ഇവിടെ ജൈവ മാലിന്യങ്ങളും. ജൈവ മാലിന്യങ്ങളിനകത്ത് എന്തൊക്കെ വരും? പഴത്തൊലി ജൈവ മാലിന്യങ്ങളിൽ വരും. ഇനിയോ പത്രം ജൈവ മാലിന്യത്തിൽ വരും. വേറെ എന്ത് വരും? ഇവിടെ നോക്കിയ ഇല ജൈവ മാലിന്യത്തിൽ വരും. മുട്ടത്തോട് ജൈവ മാലിന്യത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി അജൈവ മാലിന്യത്തിൽ എന്തൊക്കെ വരും? കുപ്പി അജൈവ മാലിന്യം, പാലിന്റെ കവറ് അജൈവ മാലിന്യം, പെൻ
അജൈവ മാലിന്യം. ഓക്കെ, ജൈവമാലിന്യം പഴത്തൊലി, പിന്നെ അതുപോലെ പത്രം, ഇല, ഇതാണ് ജൈവ മാലിന്യം. അജൈവ മാലിന്യത്തിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി, പാൽ കവർ, പേന. സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. സ്കൂളിൽ സ്ഥാപിക്കുന്ന ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക എന്ന് നമുക്ക് എഴുതാം. ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക. വേറെ നമുക്ക് എന്തെഴുതാം? പരിസരം ശുചിയായി സൂക്ഷിക്കുക. വേറൊന്ന് നമുക്ക് എഴുതാവുന്നതാണ്, പരിസരം ശുചിയായി സൂക്ഷിക്കുക. ഇനി നമുക്ക് എഴുതാട്ടോ, വ്യക്തി ശുചിത്വം പാലിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ ഒരു ഐഡിയ എന്തൊക്കെ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. 5ാമത്തെ പ്രവർത്തനം, കഥ പൂർത്തിയാക്കാം. നമ്മുടെ റയാന്റെ പിറന്നാളാണ്. മിട്ടു മിട്ടു, റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും താൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടുപൂച്ചയെ കാണുന്നില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരഞ്ഞു. അവൻ എന്തു പറ്റി? കഥയുടെ ബാക്കി ഭാഗം എഴുതുക. ഇവിടെ ദ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ കേക്ക് പൊളിഞ്ഞു കിടപ്പുണ്ട്. ഇനി അതെല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? കഥ തയ്യാറാക്കണം. അത് ഓരോ കുട്ടികളും അവരുടെ ആശയത്തിനനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇനി കഥയ്ക്ക്, നിങ്ങൾ എഴുതിയ കഥയ്ക്ക് പേര് നൽകുകയും വേണം. കഥയ്ക്ക് യോജിച്ച പേര് നൽകുകയും വേണം. ഓക്കെ, ഇതായിരുന്നു 5ാമത്തെ പ്രവർത്തനം. അപ്പം എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈകിട്ട് നമുക്ക് അടുത്ത എക്സാമിനുള്ള ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.